കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധി 3:30 നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 3:30 ശിക്ഷ വിധിക്കും. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ്. ടോം, വർഷങ്ങളായി കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസ്, ഏറ്റവും നിർണായകമായ, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ശിക്ഷാവിധിയാണിപ്പോൾ 3:30 വരും എന്ന് കോടതി അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ കോടതിയിൽ എന്തൊക്കെയാണ് നടന്നത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ കേരളം കഴിഞ്ഞ എത്ര വർഷമായി കാത്തിരുന്ന വിധിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 വരുന്നത്. അതായത് 11 മണിക്ക് ഈ കേസ് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷെ തുടക്കത്തിൽ മറ്റു ചില കേസുകൾ ആദ്യം പരിഗണിച്ചു. 11:30 കൂടിയാണ് ഈ കേസിന്റെ, അതായത് ശിക്ഷാവിധിയിന്മേലുള്ള വാദം ആരംഭിച്ചത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷമാണ് കോടതി വ്യക്തമാക്കിയത് 3:30 ശേഷമാണ്, കൃത്യം 3:30 ഈ കേസിൽ വിധി വരുമെന്നും. തുടക്കത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി കൃത്യമായ താക്കീത് നൽകിയിരുന്നു. അതായത് മാധ്യമങ്ങൾക്ക് താക്കീത് നൽകിയിരുന്നു. നിങ്ങൾക്ക് ജഡ്ജിയുടെ ഭൂതകാലം പരിശോധിക്കാം, പക്ഷെ കോടതി നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സൂക്ഷ്മത പാലിക്കണമെന്ന മുന്നറിയിപ്പോട് കൂടിയാണ് കേസിലെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായത്. കാരണം നമുക്കറിയാം, ഈ കേസിലെ പ്രതികൾ 6 പേർ കുറ്റക്കാരെന്നും ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിധിക്ക് ശേഷം കോടതിക്കെതിരെ, ജഡ്ജിക്കെതിരെ പോലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇതിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത്. അതിനുശേഷം പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കേട്ടു. ഈ പ്രതികളുടെ, അതായത് പൾസർ സുനി, 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പറഞ്ഞത് തന്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ, അമ്മ രോഗിയാണ്, അമ്മയെ നോക്കണം, കുറഞ്ഞ ശിക്ഷയെ തനിക്ക് നൽകാവൂ എന്ന കാര്യം പൾസർ സുനി സൂചിപ്പിച്ചു. തുടർന്നുള്ള 2-ാം പ്രതി മാർട്ടിൻ, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ്, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ്, ഈ 6 പേരും തങ്ങളുടെ കുടുംബാംഗങ്ങൾ, അതായത് ചിലർക്ക് ഭാര്യയും മക്കളുമേ ഉള്ളൂ, അവരെ നോക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. വളരെ വൈകാരികപരമായിട്ടാണ് പല പ്രതികളും കോടതിയിൽ നിന്ന് തങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ കോടതിയോട് ബോധിപ്പിച്ചത്. പക്ഷേ ഈ ഒരു കുറ്റകൃത്യം ചെയ്തപ്പോൾ ഈ കുടുംബാംഗങ്ങളെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യുമായിരുന്നോ? സ്വാഭാവികമായ അത്തരം ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യമുണ്ട്, പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന്. കാരണം 12 വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ 12 കുറ്റങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ കോടതി ശരിവച്ചിരുന്നു. ഇവർക്കെതിരെ 6 പ്രതികൾക്കെതിരെയും തെളിഞ്ഞിരുന്നു. 12 കുറ്റകൃത്യങ്ങളിൽ അതീവ ഗുരുതര സ്വഭാവമുള്ളത് കൂട്ടബലാത്സംഗമാണ്. ഈ കൂട്ടബലാത്സംഗം അത് ജീവപര്യന്തം, അതല്ലെങ്കിൽ 20 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതോടൊപ്പം തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള 12 കുറ്റകൃത്യങ്ങൾ. സ്വാഭാവികമായും പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ ജീവപര്യന്തമാകാം. ആ ജീവപര്യന്തം എങ്ങനെയാണ് എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു. അതായത് ജീവിത അവസാനം വരെയുള്ള ശിക്ഷയാണോ എന്ന് പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായും കോടതിയോട് ചോദിച്ചു. ഒരുപക്ഷെ നമുക്ക് അത് അറിയണമെങ്കിൽ 3:30 വരെയും കാത്തിരിക്കണം. കാരണം ഇതുപോലെ ക്രൂരകൃത്യം ചെയ്യുന്ന സ്ത്രീകളെ പൊതുമധ്യത്തില്, അതും സമാനതകളില്ലാത്തൊരു ക്രൂരകൃത്യം, നമ്മൾ ഡൽഹി നിർഭയ കേസിന് സമാനമായി ഈ കേസിനെ കാണരുതെന്ന് പ്രതിഭാഗം ഇന്ന് കോടതിക്ക് മുൻപാകെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ നീചമായിട്ടുള്ള ക്രൂരകൃത്യമായിരുന്നു തന്റെ ജോലി ചെയ്യാൻ വേണ്ടി തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന വഴി 2017 ഫെബ്രുവരി 17 രാത്രി ഉണ്ടായ സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്, ഇന്ത്യയെ ഞെട്ടിച്ചതാണ്. കാരണം ഒരു സ്ത്രീയും ഈ രീതിയിൽ ആക്രമണത്തിന് ഇരയാകാൻ പാടില്ലാത്തതാണ്. അവിടെ വാഹനത്തിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ആ ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു, അതിനുശേഷം അതിന്റെ പേര് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അതൊരു കൊട്ടേഷൻ കൂട്ടബലാത്സംഗമാണ് എന്ന് തെളിഞ്ഞിരുന്നു. അത് പോലീസ് കണ്ടെത്തിയതാണ്. പക്ഷേ അതിന്റെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുത. പക്ഷെ എങ്കിൽ പോലും ഈ കേസിന്റെ ഒരു സ്വഭാവം, ഇതിന്റെ ഒരു ഗൗരവം ഒരിക്കലും കുറയുന്നില്ല. കാരണം അത് കൃത്യമായും ഗൂഢാലോചനയുടെ ആസൂത്രിതമായി നടത്തിയ കൂട്ടബലാത്സംഗമാണ് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. പക്ഷെ എന്തായാലും ഈ വിധി പ്രസ്താവത്തിന് ശേഷം, ശിക്ഷാവിധിക്ക് ശേഷം മാത്രമായിരിക്കും എന്തുകൊണ്ട് ദിലീപിനെ ഈ കേസിൽ നിന്നും കുറ്റമുക്തനാക്കി വെറുതെ വിട്ടു എന്ന് വ്യക്തമാവുകയുള്ളൂ. കാരണം വിധിപ്പകർപ്പ് പുറത്തുവരണം, അതിനുവേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു 1000 പേജിലധികം വരുന്ന
വിധിപ്പകർപ്പായിരിക്കും. വിശദമായി തന്നെ പരിശോധിക്കണം എന്താണ് ഈ കേസിൽ സംഭവിച്ചത്, ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു. ഇന്നും പല ചോദ്യങ്ങളും ഉയരുന്നത് എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടാണ്, പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് ഉണ്ടായത്, തെളിവ് നിർത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. അവിടെ നമുക്കറിയാം ഈ കേസിൽ പല അട്ടിമറികളും കേസിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായതാണ്. സാക്ഷികളുടെ കൂറുമാറ്റം, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്, അതിനുശേഷം വിചാരണ നീണ്ടുപോയത്, ഈ അതിജീവിതയ്ക്ക് സുപ്രീം കോടതി വരെയും നിയമപോരാട്ടം നടത്തേണ്ടി വന്ന സാഹചര്യം, ഏറ്റവും ഒടുവിൽ 2021 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, അതിനുശേഷം കേസിന്റെ തുടരന്വേഷണം, അങ്ങനെ സംഭവബഹുലമായിട്ടുള്ളൊരു കേസ്. ആ ഈ ഒരു കേസിലാണ് ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഇടപെടലിലൂടെ, അതായത് മേൽക്കോടതിയുടെ ഇടപെടലിലൂടെ കേസിൽ ഇന്ന് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരിക്കുന്നത് പരമാവധി ശിക്ഷയാണ്. പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഒരു സമൂഹത്തിനുള്ള താക്കീതാകണം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമ്മുടെ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഒരു പൊതുസമൂഹത്തിന് ഒരു താക്കീതാകണം ഈ ശിക്ഷ. കാരണം ഇതുപോലെ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന, സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന, അതിക്രമം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാകണം ഈ കേസ് എന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടിയാണോ, അതായത് പൊതുസമൂഹത്തിന് വേണ്ടിയാണോ ഒരു ശിക്ഷ പ്രഖ്യാപിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഈ കേസിൽ നമ്മളൊക്കെ, അതായത് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു വിധിയായിരുന്നില്ല വന്നത്. പക്ഷെ തെളിവുകൾ, കോടതിക്ക് മുൻപാകെ തെളിവുകളാണ് പ്രധാനം. നമ്മളത് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന നമ്മുടെ ചിന്തകളല്ല, തെളിവുകൾ തന്നെയാണ്. എന്ത് പ്രതീക്ഷിക്കാം ഇന്ന് 3:30 വിധി വരും? ടോം, ഇതിൽ കോടതി വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഇന്നത്തെ വാദ പ്രസ്താവത്തിനിടയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് വാദങ്ങൾ നടന്നപ്പോൾ ഇതിൽ കോടതി പറഞ്ഞൊരു കാര്യം, ഈ ഒന്നാം പ്രതിക്കെതിരെ മാത്രമാണ് ബലാത്സംഗം നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. മറ്റു പ്രതികളുടെ സഹായമില്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് പ്രോസിക്യൂഷനും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാം പ്രതിയിലേക്ക് ഈ കോടതിയുടെ ഒരു നിരീക്ഷണം എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ആ ഒന്നാം പ്രതിക്ക് ഒരു കടുത്ത ശിക്ഷ നൽകുകയും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി കുറഞ്ഞ ഒരു ശിക്ഷ കാലയളവിലേക്കും പോയാൽ അതൊരു കോടതിയുടെ പരിഗണനയിലാണ്. എങ്കിൽ കൂടി അങ്ങനെയൊക്കെ നീങ്ങാമെന്ന് ഇവിടെ അഭിഭാഷകരടക്കം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നിലവിൽ കോടതിയുടെ ഒരു നിരീക്ഷണത്തിലേക്ക് അതെല്ലാം തന്നെ വരുന്നുണ്ട്. ഒന്നാം പ്രതിയാണ് ഇതിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്, മറ്റു പ്രതികൾ അതിലില്ല, കുറ്റബലാത്സംഗമായിട്ട് തന്നെ ഇതിനെ കാണണമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. കാരണം ഇതിലെല്ലാവർക്കും തന്നെ പങ്കുണ്ട്. അതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും ഇതിൽ തുല്യ ശിക്ഷ ഇതിൽ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കോടതി പക്ഷേ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഒന്നാം പ്രതിക്ക് എതിരെ മാത്രമാണ് ബലാത്സംഗം നിലനിൽക്കുക എന്ന് പറയുന്നത്. അതൊരു കാര്യം. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഈ കോടതിയുടെ ഒരു നിരീക്ഷണവും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത് സമൂഹത്തിന്റെ ഒരു കാര്യത്തിലേക്കല്ലേ, അതിനുവേണ്ടിയല്ല വിധി പ്രസ്താവിക്കുന്നത്. ഇതിൽ കൃത്യമായ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മാത്രമല്ല തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു റിഫോർമേറ്ററി തിയറി ഇതിൽ ഉപയോഗിച്ചുകൂടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പരിവർത്തനത്തിനുള്ള ഒരു സമയം ഇവർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു കാലത്തിലേക്ക് പോയിക്കൂടെ എന്നതടക്കം കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതറിയാം. കാരണം സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഒരു മനപരിവർത്തനം ഉണ്ടാകുമോ എന്നൊരു സാധ്യത കോടതി തേടാറുണ്ട്. പക്ഷേ ഈ കേസിൽ പൾസർ സുനി എന്ന കൊടും കുറ്റവാളി, അയാൾ സമാനമായ രീതിയിൽ ഇതിനു മുൻപും പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അയാളുടെ മെമ്മറി കാർഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ മനപരിവർത്തനത്തിനുള്ള സാധ്യതയുണ്ടോ? ഇതുപോലുള്ള ഒരു കൊടും കുറ്റവാളി വീണ്ടും പുറത്തിറങ്ങിയാൽ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വീണ്ടും ഇല്ലേ? അത് സ്വാഭാവികമായും കോടതി പരിഗണിക്കില്ലേ? ഇതിലിപ്പോൾ മനപരിവർത്തനത്തിനുള്ള ഒരു സാധ്യത പോലും ഒരു മനുഷ്യനെന്ന രീതിയിൽ പരിഗണിക്കുന്നതെല്ലാം തന്നെ പുതിയ കാലത്തിന്റെ നിർവചനങ്ങളിലേക്ക് നിയമസംഹിതകളിലെല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ പുറമേ നിന്നുള്ള ഒരു ചോദ്യം അതുപോലും അർഹിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ളൊരു ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതുമാത്രവുമല്ല, ഇത്തരമൊരു രീതികൾ സമൂഹത്തിൽ നൽകുന്ന സന്ദേശങ്ങൾ വളരെ വലുതാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു ക്രൈം നടന്നിരിക്കുന്നു. അത് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമ്പോൾ അതൊരു വലിയ സന്ദേശം സമൂഹത്തിനും കൂടി കൊടുക്കുക. അതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഇത് കൃത്യമായ രീതിയിൽ സമൂഹത്തിനുള്ള ഒരു സന്ദേശം തന്നെയാകണം കോടതി വിധി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ കടുത്ത ശിക്ഷ നൽകണം എന്നത് പ്രോസിക്യൂഷൻ ഒരു വാദമുഖമായിട്ട് തന്നെ വെക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോടതിക്ക് മുന്നിലുള്ളത്
ലഭ്യമായ രീതിയിലുള്ള തെളിവുകളുടെയും എല്ലാം തന്നെ കാര്യങ്ങളാണ്. ആ രീതിയിൽ തന്നെയാണ് കോടതി ചോദിക്കുന്നത്. ഇതിൽ കൂട്ടബലാത്സംഗം നടന്നു എന്നതിന് തെളിവില്ല, അല്ലെങ്കിൽ കൂട്ടബലാത്സംഗം നടന്നിട്ടില്ല, ഒന്നാം പ്രതി മാത്രമാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളത് എന്ന് കോടതി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ഡാനി, ഈ കേസിൽ അതായത് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒന്നാം പ്രതി പൾസസുനി മാത്രമാണ് ഈ ബലാത്സംഗം ചെയ്തത്. അയാളാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. മറ്റുള്ളവർ പക്ഷേ സ്വാഭാവികമായും സഹായമില്ലാതെ, ഇത്തരം ഈ മറ്റ് പ്രതികളുടെ സഹായമില്ലാതെ പൾസസുനിക്ക് ഒരിക്കലും ഇതുപോലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ കഴിയില്ല. നമ്മൾ മറ്റ് കേസുകൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഒരു കൊലപാതകം നടക്കുമ്പോൾ, സംഘം ചേർന്നുള്ള കൊലപാതകം, ഒരാളെ ഒരു വെട്ടിക്കൊല്ലുന്ന വ്യക്തി മാത്രമായിരിക്കില്ലല്ലോ ശിക്ഷിക്കപ്പെടുക. സ്വാഭാവികമായി ആ ക്രൂരകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആ സംഘടിതരായിട്ട് എത്തിയ എല്ലാവരും സമാനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെയെങ്കിൽ ഈ കേസിലും ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പങ്കാളികളായിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കെല്ലാം സമാനമായ ശിക്ഷ നൽകേണ്ടതല്ലേ? ഗൂഢാലോചനയിൽ ഒന്നാം പ്രതിയുടെ അതേ ശിക്ഷ തന്നെ ഗൂഢാലോചന മറ്റുള്ളവർക്ക് എല്ലാവർക്കും പേരിൽ തന്നെ ചുമത്തുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ നൽകുക എന്ന് തന്നെയാണ് അനുവർത്തിക്കപ്പെടുന്ന ഒരു രീതിയും വ്യവസ്ഥയും എല്ലാം തന്നെ പറയുന്നത്. പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്നത് കൂട്ട ബലാത്സംഗമല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരാൾ മാത്രമാണ് ഇങ്ങനെ റേപ്പ് ചെയ്തിരിക്കുന്നത്, മറ്റുള്ളവർ അതിൽ പങ്കെടുത്തിട്ടില്ല. അവിടെയാണ് പ്രോസിക്യൂഷൻ വളരെ ശ്രദ്ധേയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരാളുടെ സഹായമില്ലാതെ ഇവരെ ഈ ബലാത്കാരം ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവരുടെ കൂടി സഹായം, അവരെ കൂടി സഹായം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഏതായാലും വാദങ്ങൾ നടന്നിരിക്കുന്നു എന്നതാണ്. ഇതിൽ സ്വാഭാവികമായും നടക്കുന്ന വാദങ്ങളാണ്. കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷനും മറ്റ് പ്രതികളുടെ അഭിഭാഷകരും വാദിക്കുന്ന വാദങ്ങൾ ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നു. ഇതെല്ലാം കൺസീവ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും കോടതി ഇതിൻ്റെ ഒരു വിധിന്യായത്തിലേക്കെല്ലാം തന്നെ പോവുക. നമ്മളത് കോടതി വിധിയെക്കുറിച്ച് എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ അപക്വമായിരിക്കും നമ്മൾ മുൻകൂട്ടി പറയുന്നത്. കാരണം പ്രത്യേകിച്ചും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോടതിയുടെ നടപടിക്രമങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഒരിക്കലും കോടതിയുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നില്ല. അതല്ല, കാരണം ഇവിടെ വിധിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പൊതുസമൂഹം ആഗ്രഹിച്ചൊരു വിധിയല്ല വന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് കോടതിയുടെ വിശ്വാസ്യതയാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ, ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയല്ല ചോദ്യം ചെയ്തത്. അത്തരമൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡാനി, ഈ കേസ് നമ്മൾ പരിശോധിച്ചപ്പോൾ, അതായത് കോടതിയുടെ ഈ വാദപ്രതിവാദത്തിനിടെ പ്രോസിക്യൂഷന്റെ വാദം കേട്ടു, പ്രതികളുടെ വാദം കേട്ടു. അതിജീവിതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കോടതി ചോദിച്ചിരുന്നു. അതിജീവിതയുടെ അഭിഭാഷക ഹാജരായില്ല. അതിനു മുൻപ്, അതായത് കോടതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് ടി ബി മിനി മാധ്യമങ്ങളോട് ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. നീതി കിട്ടിയില്ല എന്ന രീതിയിൽ ഏറെ വൈകാരികമായിട്ടൊരു പ്രതികരണം പുറത്തു വന്നിരുന്നു. അവർ കോടതിക്ക് ഈ കേസ് വാദം കേൾക്കുന്നതിനിടെ കോടതിക്ക് പുറത്തുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഹാജരാകാതിരുന്നത്? നേരത്തെ നമ്മളിവിടെ നിന്ന് അഡ്വക്കേറ്റ് ടി ബി മിനിയോട് സംസാരിക്കുമ്പോൾ അവരെ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അവരെ ഏറ്റവും കൂടുതലായിട്ട് ടി ബി മിനി പ്രതീക്ഷിച്ചിരുന്നത് ഈ 8-ാം തീയതി ഈ വിധി പ്രസ്താവം നടക്കുമ്പോഴെല്ലാം തന്നെ ഇതിന്റെ ഒരു കാരണക്കാരനെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിരുന്ന, ഇനിയിപ്പോൾ അങ്ങനെയാണ്, ആരോപിക്കപ്പെട്ടിരുന്ന നടൻ ദിലീപ് കൂടി ഈ ക്രൈമിൽ പങ്കാളിയാണ് അല്ലെങ്കിൽ മുഖ്യ ആസൂത്രകനാണ് എന്ന രീതിയിലായിരുന്നു ഈ വാദങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അതിജീവിയുടെ ഭാഗത്തുനിന്ന് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നതാണ് ഇതിൽ അവരുടെ ഒരു ഈ രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് പ്രധാനമായ ഒരു കാരണമായിട്ട് പറയുന്നത്. അത് അവർ തന്നെ തുറന്ന് പറയുകയും ചെയ്തു. കാരണം ഇങ്ങനെയാണ് ഇതിപ്പോൾ തങ്ങൾ പറഞ്ഞ വാദമുഖങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെട്ട ഒരു രീതിയിലല്ല കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആ രീതിയിലല്ല ഒരു വിധി പ്രസ്താവവും അടക്കം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായ അവർ പറഞ്ഞ കാര്യങ്ങൾ നീതിപീഠത്തിന് മുന്നിലേക്ക് വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. അത് തന്നെയാണ് അവർ പറഞ്ഞത്. കടുത്ത നിരാശ ഇത്തരം ഈ കാര്യങ്ങളിലുണ്ട്. താൻ ആക്രമിക്കപ്പെട്ടേക്കാം, അത്തരമൊരു സാധ്യതയുണ്ട്. അതിജീവിതയ്ക്കും ഭീഷണിയുണ്ട് അവർ പറയുന്നു. കാരണം നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണ് എന്നതാണ് അഡ്വക്കേറ്റ് ടി ബി മിനി പറയുന്നത്. ഈ കേസ് ഇന്ന് കഴിയുന്നതോടുകൂടി താൻ ഇനി അതിജീവിതയുടെ വക്കീലല്ല, അഭിഭാഷകയല്ല, വക്കാലത്ത് കഴിയുകയാണ്. അപ്പോൾ നാളെ മുതൽ തനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ പല കാര്യങ്ങളും വിശദമാക്കാനുണ്ട്. അത്
വരും ദിവസങ്ങളിൽ താനത് വിശദമാക്കുകയും ചെയ്യും. അതിജീവിതയ്ക്ക് കോടതിയിൽ നിന്ന് നേരിട്ടത് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഈ വിചാരണ വേളയിലടക്കം നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ താൻ പറയും. തനിക്കും കൂടി ഇക്കാര്യങ്ങളിൽ കുറേയധികം പറയാനുണ്ട് എന്നതാണ് അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞത്. എന്തായാലും അവർ കോടതി മുറിക്കകത്തേക്ക് ചെന്നില്ല എന്നത് തന്നെ അവരുടെ ഒരുപക്ഷെ അതൊരു പ്രതിഷേധത്തിന്റെ അടയാളമോ നിരാശയുടെ അടയാളമോ എല്ലാമായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. കാരണം ഈ കോടതി മുറിക്ക് പുറത്തുണ്ടായിരുന്നു, കോടതി വളപ്പിൽ അവരുണ്ടായിരുന്നു. കോടതി വളപ്പിൽ വെച്ച് അവർ നടത്തിയ പ്രതികരണം അങ്ങേയറ്റം അവരുടെ ആ ഒരു മനസ്സ് ഇപ്പോഴുള്ള ഒരു നിരാശയെ മുഴുവനായിട്ട് സ്പഷ്ടമായും പ്രകടമാക്കുന്നത് തന്നെയായിരുന്നു. അതുതന്നെയാവാം കോടതി മുറിക്കകത്തേക്ക് അവർ ചെല്ലാതിരുന്നത്. കാരണം ഇവരെല്ലാം ഇതിൽ ഒരു കുറ്റകരമായ ഗൂഢാലോചന ആരുടെ നേതൃത്വത്തിൽ നടത്തിയെന്ന് അവർ വിശ്വസിക്കുന്ന ഒരാൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്നു. അയാൾ കുറ്റവിമുക്തനായിരിക്കുന്നു എന്നത് അവർ ഇപ്പോഴും അത് ഉൾക്കൊള്ളുന്നില്ല. തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് അറിയേണ്ടത്. കാരണം ഈ ഒരു കേസിന്റെ ഒരു സ്വഭാവം തന്നെ നമുക്കറിയാം. ഇതെന്തുകൊണ്ടാണ് രാജ്യം മുഴുവൻ ഈ കേസിനെ ഉറ്റുനോക്കിയത്? ഒരു സമാനതകളില്ലാത്തൊരു കേസായിരുന്നു. കൊട്ടേഷൻ നൽകിയുള്ള കൂട്ടബലാത്സംഗം മാത്രമല്ല, ഇവിടെ ഇരയാകപ്പെട്ടത് ഒരു നടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് അത്രയധികം വാർത്താ പ്രാധാന്യമുണ്ടായത്. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളുടെ മുന്നോട്ട് പോയ കേസ്, സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലുള്ള കോടതി വിചാരണകൾ, കേസിന്റെ അന്വേഷണം, ഒടുവിൽ ആ കേസിന്റെ ഒരു ക്ലൈമാക്സിലേക്ക്, അതായത് ഈ കേസിന്റെ ഒന്നാം ഭാഗം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. 3:30 വിധി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആരാണ് യഥാർത്ഥ വില്ലൻ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. രണ്ടാം ഭാഗം, അതായത് നാളെ മുതൽ അത് തുടങ്ങുകയാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ അതിജീവിതയുടെ ഭാഗത്തുനിന്ന് പോരാട്ടമുണ്ടാകാം. കാരണം പൂർണ്ണമായും നീതി കിട്ടിയില്ല. കാരണം അവിടെ വില്ലൻ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഒരു കൊട്ടേഷൻ ഉണ്ടാകാം, ഒരു ഗൂഢാലോചന ഉണ്ടാകാം, പക്ഷെ അതാരാണെന്ന് തെളിയിക്കപ്പെടണം. ഇന്ന് ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാകൂ എന്തുകൊണ്ടാണ് ദിലീപ് ഈ കേസിൽ നിന്നും ദിലീപിനെ ഒഴിവാക്കിയത്. എവിടെയാണ് ഈ അതിജീവിതയ്ക്ക് നീതി നിഷേധമുണ്ടായത് എന്നു മുതൽ, അതായത് ഇതിന് ശേഷം വ്യക്തമാകണം. കാരണം അറിയണം, പൊതുസമൂഹത്തിന് അറിയണം എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്നല്ലേ? തീർച്ചയായും ടോം. കാരണം ഈ കേസ് ഇപ്പോൾ ഇന്ന് അവസാനിക്കും. നമ്മൾ തുടക്കത്തിൽ രാവിലെ പറഞ്ഞതുപോലെ ഇത് ഒന്നാം ഭാഗം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിൽ കൃത്യമായും തന്നെ അതിലേക്ക് കടക്കുമ്പോൾ ഏവർക്കും അറിയേണ്ടത് ഇത് ആരാണ് ചെയ്യിച്ചത്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതെല്ലാം തന്നെയാണ് അറിയേണ്ടത്. അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കേണ്ടത്. ഒന്ന്, ഇത് ആരുടെ ഗൂഢാലോചനയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും സൂചനകൾ ഈ വിധിന്യായത്തിലുണ്ടോ, എന്താണ് കണ്ടെത്തലായി പറയുന്നത്? കാരണം 120B കുറ്റകരമായൊരു ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട്. എങ്കിൽ അത് ആരുടേതാണ്? ഇവർ മാത്രം, ഈ 6 പ്രതികളും ചേർന്ന് മാത്രം തയ്യാറാക്കി അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു എന്നതാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമാണോ? എന്താണ് സൂചനകളുള്ളത്? പ്രത്യേകിച്ച് 7 മുതൽ ഇപ്പുറത്തേക്കുള്ള പ്രതികൾ അവർ ഒഴിവാക്കപ്പെട്ടു. അതിന്റെ സാങ്കത്യം എന്താണ്? എന്തുകൊണ്ട് അവർ ഒഴിവാക്കപ്പെട്ടു? വലിയ രീതിയിൽ വിവാദമായ പ്രമാദമായ ഒരു കേസിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. അപ്പോൾ അവരെ ഈ കേസിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അവർക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കപ്പെടുമ്പോൾ ആരാണ് പരാജയപ്പെട്ടത്? പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ? തെളിവുകൾ കണ്ടെത്തുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടോ? ഇത് കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ ഇവരുടെ ഒരു നിയമ സംവിധാനങ്ങൾ, പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും എല്ലാം തന്നെ ചേരുന്ന ഈ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. കാരണം ഇതിൽ IOA ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ DYSP ബൈജു പൗലോസിനെ വിസ്തരിച്ചത് നീണ്ട ദിവസങ്ങളാണ്, വളരെയധികം ദിവസങ്ങളാണ് പ്രതിഭാഗം ക്രോസിലേക്ക് പോയത്. കാരണം അത്രയധികം നമ്മൾ ഒരു കേസിലും ഈ രീതിയിലേക്ക് പോകില്ല. കാരണം ഏറ്റവും അവസാനത്തെ നാളുകൾ എന്ന് പറയുന്നത് മാസങ്ങളെടുത്തു എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മയിലുള്ളത്. കാരണം കുറച്ച് നാളുകളെടുത്ത് തന്നെയാണ് ഇതിൽ ഈ വിചാരണ ഇത്രയും നീണ്ടുപോകുന്നത്. 100 ദിവസത്തിലധികം ബൈജു പൗലോസിനെ വിസ്തരിച്ചിട്ടുണ്ട് ഈ കേസിൽ. അതെ, അത്രയും നാളുകൾ എടുത്തിട്ടുണ്ട്. വിസ്താരം അത്രയും നീണ്ടുപോയി എന്നാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ഇങ്ങനെ ഇഴകേറി അവർ അദ്ദേഹം കണ്ടെത്തിയ തെളിവുകളെ, നിഗമനങ്ങളെ, അദ്ദേഹത്തിന് എത്തിയ സാക്ഷിമൊഴികളെ, മറ്റു പ്രതികളിലേക്ക് ചെന്ന കാര്യങ്ങളെ, അതിനെ ഓരോ അണുവിലും പരിശോധിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പ്രതികളുടെ അഭിഭാഷകർ മുന്നോട്ട് പോയത്.
അവിടെ അതിൽ കൊണ്ടുവന്ന പ്രോസിക്യൂഷൻ തെളിവുകൾ, സാക്ഷികൾ, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് കോടതി മുറികളിൽ പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ അത് കോടതിക്ക് ആ തെളിവുകൾ ബോധിക്കാതെ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ അത്തരം സൂചനകൾ ഇതിലുണ്ടായേക്കാം. അത് തന്നെയാണ് ഇവർക്കുള്ള ശിക്ഷ എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കാത്തിരിക്കുന്നതെല്ലാവരും എന്തുകൊണ്ട് ദിലീപ് അടക്കമുള്ളവർ ഒഴിവാക്കപ്പെട്ടു, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അതറിയാനുള്ളൊരു കൗതുകം എന്നതിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു സംഭവമാണ്. കാരണം എന്തുകൊണ്ട് അവർ ഒഴിവാക്കപ്പെട്ടു, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച അഭിഭാഷകരടക്കം ഇത് വരട്ടെ, വിധി വരുമ്പോൾ അതിൽ വ്യക്തമാകും, പിന്നീട് വിധി പകർപ്പ് കിട്ടുമ്പോൾ അതിൽ വ്യക്തമാകും ഇവരെല്ലാം എന്തുകൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നു, എന്തുകൊണ്ടാണ് അവരിതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്. ഇതെല്ലാം അറിയാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഇവിടെ ദിലീപിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്, ദിലീപിനെ കഴിഞ്ഞ 7-8 വർഷക്കാലത്തോളം വേട്ടയാടി, അത് മാധ്യമങ്ങൾ വേട്ടയാടി, ഇവിടുത്തെ പോലീസ് വേട്ടയാടി എന്നൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ 8-ാം തീയതി അന്ന് ഈ കോടതി സമുച്ചയത്തിൽ നിന്നും ദിലീപ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വളരെ നാടകീയമായ ഒരു സിനിമാ സ്റ്റൈലിലുള്ള കാഴ്ചയായിരുന്നു. പുറത്തിറങ്ങി വന്ന് ദിലീപ് ആദ്യം വിരൽ ചൂണ്ടിയത് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യലിലേക്കാണ്. കാരണം ഇതിലൊരു കുറ്റകരമായ ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായി എന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ, അതായത് ഈ സംഭവം നടന്ന് ഈ നടിയെ ആക്രമിച്ച ദിവസങ്ങൾക്കുള്ളിൽ എറണാകുളം ദർബാർ ഗ്രൗണ്ടിൽ നടന്ന ഈ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ മഞ്ജു വാര്യർ ഉന്നയിച്ച ആരോപണമായിരുന്നു ഗൂഢാലോചന, കുറ്റകരമായ ഗൂഢാലോചന. അതിനുശേഷമാണ് ദിലീപ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്, ദിലീപിലേക്ക് സംശയം മുന്നേറുന്നത്, ദിലീപ് അന്വേഷണത്തിന്റെ പരിധി വരുന്നു. പക്ഷെ അതിനുശേഷം ജൂൺ മാസത്തോടു കൂടിയാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നതും. ജൂലൈ 10-ാം തീയതിയാണ്, എന്റെ ഓർമ്മ ശരിയാണ്, ജൂലൈ 10-ാം തീയതിയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കടന്നു. പക്ഷെ പുറത്തിറങ്ങി വന്ന് ദിലീപ് പറയുന്നുണ്ട്, മഞ്ജുവിന്റെ ആ പ്രസ്താവനയിൽ നിന്ന് അന്ന് തുടങ്ങിയതാണ് തനിക്കെതിരായിട്ടുള്ള വേട്ടയാടൽ. അതിനുശേഷം ദിലീപ് ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിയമ പോരാട്ടം, ദിലീപ് ഇനി നിയമ പോരാട്ടം, ആരാണ് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് അറിയാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുമെന്ന്. മറുവശത്ത് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഈ കേസിന്, ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പോകുന്നു. ഇനിയും കുറെ നാളുകൾ നീളുന്ന ഒരു നിയമ പോരാട്ടം ഉണ്ടാകും അല്ലേ? തീർച്ചയായും ഉണ്ടാകും. കാരണം ഇതിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും നോക്കുന്നത് ഇനി ദിലീപ് ഈ കേസിൽ ഒരു ഗൂഢാലോചന, കാരണം താൻ ഇരയാണെന്ന് ദിലീപ് പറയുന്നു. കാരണം ഈ കോടതി വിധി കേട്ട് പുറത്തേക്ക് വന്ന നിമിഷങ്ങൾക്കുള്ളിലുള്ള ദിലീപിന്റെ പ്രതികരണം തന്നെ വളരെ കരുതലോടുകൂടിയുള്ളതായിരുന്നു. വളരെ കൃത്യമായ ഒരു ഡയറക്ഷൻ അതിലുണ്ടായിരുന്നു. ആരിലേക്കാണ് ഇനി പോകുന്നത്, സംശയങ്ങൾ, അങ്ങനെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത ഒരു പ്രസ്താവനകൾ തന്നെയായിരുന്നു. ഒരു വാക്കും വെറുതെ ആയിരുന്നില്ല പറഞ്ഞത്. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു. ഇത്രയും നാൾ നീണ്ട മൗനത്തിന് ശേഷം, കാരണം പലതവണ നമ്മൾ ഈ കോടതി മുറികളിലും അല്ലാതെയും ദിലീപിന് നേരെ മയക്കുന്നതിലും ഒന്നും പ്രതികരിച്ചിരുന്നില്ല. അന്ന് ദിലീപ് പറഞ്ഞു, ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും നാൾ നിങ്ങൾ ചോദിച്ചില്ല, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾക്ക് പിറകെ ദിലീപും കോടതിയെ സമീപിക്കുക എന്നതാണ്. കാരണം തനിക്കെതിരെയാണ് ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതുണ്ട്. കാരണം കോടതി ഒരാളെ വെറുതെ ഈ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു എന്ന് പറയുമ്പോൾ കോടതി വിധി തന്നെയാണ് അന്തിമം എന്തുകൊണ്ടാലും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് സമൂഹത്തെ കൂടി ഇനി കുറച്ചുകൂടി കടന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ ദിലീപ് ഒരുപക്ഷെ എന്തെങ്കിലും ആവശ്യവും അന്വേഷണവുമായി കോടതിയെ സമീപിക്കുമോ, അത്തരം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ അപ്പീൽ പോകുന്നുണ്ട്. അതിജീവിതയും അപ്പീൽ പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനിയുള്ള നാളുകൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് എഡിഷൻ ആയിരിക്കും. കാരണം ഇനിയിപ്പോൾ ആ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടങ്ങളുടെ വഴിയിലേക്ക് ഇത് തിരിയുകയും ചെയ്യും. ഹൈക്കോടതി, അതിന് മേൽക്കോടതിയിലേക്കെല്ലാം തന്നെ പോകുമോ, അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അനുകൂലമായൊരു വിധി കീഴ്ക്കോടതിയിൽ നിന്ന് ദിലീപ് അടക്കമുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇവർക്ക് ശിക്ഷ സംബന്ധിയായ കാര്യങ്ങളിൽ അല്പസമയത്തിനകം 6 പ്രതികളുടെ ശിക്ഷ വിധിക്കും. അപ്പോൾ ഇനിയുള്ള നടപടികൾ ഒരു തുടർച്ചയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തം. അതാണ് ശ്രീജ ഡാനി സൂചിപ്പിക്കുന്നത് പോലെ ഈ നടിയാക്രമണ കേസിന്റെ 1ാം ഭാഗം ഇന്നിവിടെ അവസാനിക്കുകയാണ്, അതിന്റെ ക്ലൈമാക്സ് ആണ്. പക്ഷെ നാളെ 2ാം ഭാഗം തുടങ്ങും. പ്രോസിക്യൂഷന്റെ അപ്പീലുണ്ട്.
അതിജീവിത വീണ്ടും നീതിക്ക് വേണ്ടി പോരാടും. യഥാർത്ഥ വില്ലൻ ആരാണെന്ന് കണ്ടെത്തണം. മറുവശത്ത് ദിലീപും നിയമപരമായി മുന്നോട്ട് പോകും. വിശദമായ വിവരങ്ങളാണ് ടോം കുര്യാക്കോസും ഒപ്പം ഡാനി പോളും നൽകിയത്. 3:30 ഇപ്പോൾ സമയം 1:40 3:30 വരെയുള്ള സമയത്തിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. കേരളം കാത്തിരിക്കുന്ന ആ വിധിന്യായം അറിയാനായി. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വളരെ പെട്ടെന്ന് ഈ ദിവസത്തെ മറ്റു വാർത്തകൾ കൂടി നോക്കാം. മുൻപത്തേത് വഖഫ് ഭൂമി അല്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ഭൂമിയിൽ തൽസ്ഥിതി തുടരാനാണ് കോടതിയുടെ നിർദ്ദേശം. ഉത്തരവിനെതിരെ കേരള വഖഫ് സംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഉത്തരവിനെതിരെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ ഫയൽ ചെയ്യാത്തതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്നും ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. തദ്ദേശവിധി നാളെ. കേരളം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. 244 കേന്ദ്രങ്ങളിലായി രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. 8:30 ആദ്യ ഫലസൂചനകൾ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നും ആധിപത്യം തുടരാനാകുമെന്നുമാണ് LDF കണക്കുകൂട്ടൽ. എന്നാൽ സർക്കാരിനെതിരെ ജനം വിധി എഴുതിയതായും മുന്നണി ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പലയിടങ്ങളിലും നിർണായക ശക്തിയാകുമെന്നും വോട്ട് ശതമാനം ഉയർത്താനാകുമെന്നുമാണ് BJPയുടെ പ്രതീക്ഷ. 2 ഘട്ടങ്ങളിലായി 73.5% പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2% കുറവാണ് ഇത്തവണ പോൾ ചെയ്തത്. വെൽഫെയർ പാർട്ടി ജനാധിപത്യ പാർട്ടിയെന്ന് കെ മുരളീധരൻ. അവരുമായി 2019 മുതൽ കോൺഗ്രസിന് ധാരണയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാണ് വർഗീയ നിലപാടുള്ളത്. അവർക്ക് CPM-ഉമായാണ് ബന്ധമുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു. വെൽഫെയർ പാർട്ടിയായിട്ട് എല്ലായിടത്തൊന്നും ബന്ധം ഉണ്ടായിട്ടില്ല. ചില ഏരിയയിൽ മാത്രം പ്രാദേശികമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് വെൽഫെയർ പാർട്ടി LDF-നെ സഹായിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അവർ UDF-ന്റെ കൂടെ തന്നെയായിരുന്നു. അത് രഹസ്യമൊന്നുമല്ലല്ലോ. 2019 മുതൽ അവർ എടുത്ത ഒരു അഖിലേന്ത്യാ നിലപാടുണ്ട്. കോൺഗ്രസ് ആണ് മതേതര പാർട്ടി. ആ കോൺഗ്രസ് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പിന്തുണച്ചു. UDF ഇടുക്കിയിൽ മികച്ച വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. തൊടുപുഴ, കട്ടപ്പന നഗരസഭകളിൽ ഭരണ തുടർച്ച ലഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് യുവാക്കൾ വിദേശത്തേക്ക് പോയത് കാരണമാണെന്നും CP മാത്യു പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുമെന്ന UDF-ന്റെ അവകാശവാദം ഇന്ന് രാത്രിയോടെ അവസാനിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. UDF ഭരിക്കുന്ന 2 നഗരസഭകളും ഒഞ്ചിയത്തും LDF ഭരണം പിടിച്ചെടുക്കും. വർഗീയത പടർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF-ന്റെ കൂട്ടുകെട്ടിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ടെന്നും അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും M മെഹബൂബ് കൂട്ടിച്ചേർത്തു. ഇന്ന് രാത്രിയോടുകൂടിയ അവകാശം മാറുമല്ലോ, അത് പറയണമല്ലോ എല്ലാവരും. ഞാൻ നിങ്ങളെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. നാളെ ഈ സമയത്തും നിങ്ങളെ ഫേസ് ചെയ്ത് ഞാൻ സംസാരിക്കും. ആ സംസാരം ഇന്നലെ വരെ പറഞ്ഞ സംസാരം തന്നെയായിരിക്കും. UDF ഭരിച്ചുകൊണ്ടിരുന്ന കുറേ പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കും. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും വൻ വിജയം നേടും. ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിയത് മുസ്ലിം ജനസാമാന്യത്തിനകത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞാണ്. അത് UDF-നെ പൂർണ്ണമായും തകർക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഈ തെരഞ്ഞെടുപ്പിനകത്ത് അത് UDF-ന് മനസ്സിലാകും. UDF-ഉം BJP-യും ഒരു നാണയത്തിന്റെ അച്ചും പുള്ളിയും എന്ന് പറയുന്ന പോലെ തന്നെ വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയതയുടെ മുഖമൂടി ആയിരുന്നു UDF ഇന്നേവരെ അണിഞ്ഞതെങ്കിൽ ആ മുഖമൂടി വലിച്ചെറിഞ്ഞ് പരസ്യമായി തന്നെ വർഗീയതയെ കൂട്ടുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ സ്ത്രീലമ്പട പരാമർശത്തിനെതിരെ കെ മുരളീധരൻ. അന്തസ്സിന് നിരക്കാത്ത പരാമർശമെന്നാണ് വിമർശനം. സ്ത്രീ പീഡകരെ ഇടതും വലതും നിർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നതയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു,
അത് അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇടത്തെ പോക്കറ്റിൽ 75 വയസ്സ് കഴിഞ്ഞ ഒരു വിദ്വാനുമുണ്ട്. ഞാൻ ആ പേര് ഞാൻ വിളിക്കുന്നില്ല. 75 വയസ്സ് കഴിഞ്ഞ മുൻ MLA ഒരു യുവതിയായിട്ടുള്ള സംവിധായകർ കയറി പിടിച്ചു. എന്നിട്ട് വേണം ഒരു എളുപ്പവും കൂടാതെ മറ്റുള്ളവരെ കയറി ഓരോന്ന് വിളിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ തന്നെ അന്തസ്സിന് ചേർന്നതല്ലാന്ന് എനിക്ക് പറയാം. വേറൊരു MLA ഇതേപോലെയുള്ളൊരു MLAനെ വലത്തെ ഭാഗത്തും വെച്ചിരിക്കുക, എന്നിട്ടാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. VT കുഞ്ഞമ്മേൽ സംവിധായക പുറത്ത് പറഞ്ഞപ്പോഴാണ് നാട് അറിയുന്നത്. മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല, കീശയിൽ വെച്ചു. സ്വന്തം പാർട്ടിക്കാരനാണല്ലോ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയം നോക്കിയില്ല. ഈ മുകേഷിനതായിട്ട് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് 2020. എന്നിട്ട് 2 തവണ മുകേഷിന് സീറ്റ് കൊടുത്തു. കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. അപക്വമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തുറന്നടിച്ചു. പ്രസ്താവനകൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന് ആലോചിക്കണം. മുന്നണിയും പാർട്ടിയും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും PMA സലാം പറഞ്ഞു. ഒരു മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ എല്ലാ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന UDFന്റെ നേതാക്കന്മാർ, അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാവണം. അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയെയും കുറിച്ച് ഓർമ്മ വേണം. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമാണിത്. ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല ആരായിരുന്നാലും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളുടെയും അന്വേഷണ ചുമതല SITക്ക്. AIG G പൂങ്കുഴലിക്കാണ് SITയുടെ മേൽനോട്ട ചുമതല. ഏകീകൃത അന്വേഷണത്തിനായി ആദ്യ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റിയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് ഒഴിയാൻ അസോസിയേഷന്റെ നോട്ടീസ്. ഈ മാസം 25-നകം ഒഴിയണമെന്നാണ് നിർദ്ദേശം. മറ്റ് ഫ്ളാറ്റ് നിവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഉടൻ തന്നെ ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കൊല്ലം വിജിലൻസ് കോടതി A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ് വാദം. എന്നാൽ കവർച്ചയിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. ജന്മനാടായ മഹാരാഷ്ട്രയിലെ ലാത്തൂരിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 90 വയസ്സായിരുന്നു. ഇന്ദിരാഗാന്ധി സർക്കാരിലും രാജീവ് ഗാന്ധി സർക്കാരിലും ഭാഗമായിരുന്ന ശിവരാജ് പാട്ടീൽ 1ാം UPA സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 1991-96 കാലയളവിൽ ലോക്സഭാ സ്പീക്കറായിരുന്നു. 2010-2015 കാലയളവിൽ പഞ്ചാബ് ഗവർണറായും സേവനമനുഷ്ഠിച്ചു. കോട്ടയം പാലായിൽ കാമുകിക്ക് മെസ്സേജ് അയച്ചു എന്ന കാരണത്താൽ യുവാവിനെ കുത്തിക്കൊന്നു. ആലപ്പുഴ കളർകോട് സ്വദേശി വിപിനെയാണ് സുഹൃത്ത് ബിനീഷ് കൊലപ്പെടുത്തിയത്. ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ രാത്രിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത്. ഈ ബിബിനും ഒപ്പം തന്നെ ബിനീഷും പാലായിൽ ഒരു വീടിന്റെ പണികൾക്ക് വേണ്ടി, അതായത് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ പണികൾക്ക് വേണ്ടിയാണ് പാലായിൽ താമസിച്ചിരുന്നത്. ഇരുവരും ആലപ്പുഴ സ്വദേശികളാണ്, സുഹൃത്തുക്കളാണ്. ഇതിനിടെയാണ് ഇന്ന് ഇതിന്റെ പാലുകാച്ചൽ ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇതിന്റെ ഭാഗമായി ഒരു സൽക്കാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി മദ്യം ഇരുവർക്കും ലഭിച്ചിരുന്നു. ആ മദ്യം കഴിച്ച ശേഷമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നടന്നത്. അതായത് ഈ ഈ പുതിയ വീട് വെക്കുന്നതിന് കുറച്ച് മാറി പാലാ മുരിക്കുമ്പുഴ ക്ഷേത്രത്തിന് സമീപമാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അതായത് ഈ രണ്ടുപേരും താമസിച്ച സ്ഥലത്തെ റോഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. റോഡിൽ വെച്ച് വാക്കുതർക്കവും തുടർന്ന് കത്തിക്കുത്തും ഉണ്ടാകുകയായിരുന്നു. അതായത് ഈ വിപിൻ്റെ കാമുകിക്ക് ബിനീഷ് മെസ്സേജ് അയച്ചു. ഇത് ബിനീഷ് കണ്ടു. ഇത് ചോദ്യം ചെയ്തുള്ള തർക്കത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് പാലായിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും
ഈ സമീപത്തും, അതായത് ഈ തൊഴിലാളികൾ വന്ന് താമസിക്കുന്ന മുറികൾ സമീപത്തും ഉണ്ട്. ആ തൊഴിലാളികളാണ് ഈ സംഭവം കാണുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ ബിബിനെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇയാൾ മരിച്ചു എന്നറിയാതെയാണ് ബിനീഷ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ബിനീഷിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതായത് ഇവർ തമ്മിൽ നേരത്തെയും പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മദ്യക്കുപ്പികളും മറ്റും പോലീസ് കണ്ടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഇയാൾ കസ്റ്റഡിയിലാണ്. ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്ത് റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായ ശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് മദ്യലഹരിയിലാണ് ഇങ്ങനൊരു വലിയ തർക്കത്തിലും പിന്നീട് ഒരു കൊലപാതകത്തിലും കലാശിച്ചത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 3 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിനായി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ന് ഇന്ത്യയിലെത്തും. രാത്രി കൊൽക്കത്തയിൽ വിമാനമിറങ്ങുന്ന മെസ്സി ഹൈദരാബാദിലും മുംബൈയിലും ഡൽഹിയിലും നിരവധി പരിപാടികളിൽ പങ്കെടുക്കും. ഗോഡ് ടൂർ എന്ന് പേരിട്ട പരിപാടിയിൽ മെസ്സിക്കൊപ്പം താരങ്ങളായ ലൂയിസ് സുവാരസും റോഡ്രിഗോ ഡിപ്പോളും ഉണ്ടാവും. നാളെ കൊൽക്കത്തയിൽ സ്വന്തം പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതാണ് ആദ്യ പരിപാടി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മെസ്സി കൂടിക്കാഴ്ച നടത്തും. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. നമസ്കാരം.